കൊച്ചി കാക്കനാട് പടമുകളിൽ 10 കിലോ കഞ്ചാവുമായി പശ്ചിമ ബംഗാൾ സ്വദേശി പിടിയിലായി. ഷർഫുൽ ഷെയ്ഖാണ് എക്സൈസിന്റെ പിടിയിലായത്. ആദിത്യൻ ഓമനക്കുട്ടൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദിത്യൻ, കൊച്ചിയിൽ നിന്ന് ലഹരി പിടിക്കുന്ന ഒരു പുതിയ സംഭവമായി മാറുന്നില്ല, ഒരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുന്ന സംഭവം കൂടിയാണ്. ഇത് കഞ്ചാവാണ് പിടികൂടിയതെന്ന് പറയപ്പെടുന്നു. എവിടെ നിന്ന് എവിടേക്ക്? ലാൽകൃഷ്ണൻ, പശ്ചിമ ബംഗാളിൽ നിന്ന് വിൽപ്പനയ്ക്കായി എത്തിച്ച കഞ്ചാവാണ് ഇപ്പോൾ എക്സൈസിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് കൊച്ചി കാക്കനാട് വാഴക്കാലയ്ക്ക് അടുത്തുള്ള പടമുകളിൽ നിന്ന് പിടികൂടിയത്. ഇവിടെ ജോലിക്കായി എന്ന വ്യാജേന എത്തി കെട്ടിടത്തിന്റെ താമസ സ്ഥലത്തെ റൂമിലായിരുന്നു ഈ കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നത്. അവിടെ നിന്നാണ് എക്സൈസിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് 10 കിലോയോളം വരുന്ന കഞ്ചാവ് പിടികൂടിയത്. ഈ സംഭവത്തിൽ മുർഷിദാബാദ്, പശ്ചിമ ബംഗാൾ മുർഷിദാബാദ് സ്വദേശിയായ ഷറഫുൽ ഷെയ്ഖ് എന്ന ആളെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. ഇയാളുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇയാളെ നാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഈ അറസ്റ്റിലേക്ക് കടക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിക്കുന്നുണ്ടോ? രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന പരിശോധനയാണോ അതോ റൊട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ടാണോ? കൊച്ചിയിൽ എക്സൈസിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് വ്യാപകമായി പരിശോധന നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് ന്യൂ ഇയറിനോടൊക്കെ അനുബന്ധിച്ച് ലഹരി കൈമാറ്റം നടക്കാൻ സാധ്യതയുള്ളതിനാൽ സ്പെഷ്യൽ സ്ക്വാഡിന്റെ പ്രവർത്തനം വളരെ വിപുലവും ശക്തവുമാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ ശേഖരിക്കുകയും അന്വേഷണം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ പരിശോധനയിലാണ് കാക്കനാട് മേഖലയിൽ നടത്തിയ പരിശോധനയ്ക്കിടെയാണ് ഇങ്ങനെ ഒരു വിവരം ലഭിച്ച് ഈ കെട്ടിടത്തിനുള്ളിൽ കഞ്ചാവ് ഉണ്ടെന്നുള്ള രഹസ്യ വിവരത്തെ തുടർന്ന് അവിടെ എത്തി എക്സൈസ് സംഘം ഇയാളെ പിടികൂടുന്നത്.